സ്വർണ്ണക്കവർച്ചയിലെ SIT പരിശോധന പൂർത്തിയായിട്ടുണ്ട്. പുലർച്ചെയാണ് പരിശോധന അവസാനിച്ചത്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് അന്വേഷണ സംഘം സാമ്പിളുകൾ ശേഖരിച്ച ശേഷം തിരികെ സ്ഥാപിച്ചും കഴിഞ്ഞു. മിഥുൻ മുരളി തുടരുകയാണ്. മിഥുൻ, വിശദാംശങ്ങളിലേക്ക്. ഈ സ്വർണ്ണക്കവർച്ചയിലെ അന്വേഷണം ഒരു വശത്ത് തുടരുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഈ നട തുറന്ന ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തേക്ക് എത്തിയിരുന്നു. കൂടുതൽ പരിശോധനകൾ, കൂടുതൽ തെളിവുകളൊക്കെ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇന്ന് പുലർച്ചെയോടെയാണ് അവിടുത്തെ നിയോഗം അവസാനിച്ചത്. സാമ്പിളുകൾ ശേഖരിച്ച ശേഷം സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇനിയും സ്വർണ്ണക്കവർച്ചയിൽ ഏതൊക്കെ വലിയ സ്രാവുകളും തിമിംഗലങ്ങളുമാണ് പുറത്തു വരാനുള്ളത് എന്നതാണ് ശ്രദ്ധേയം. പത്മകുമാറിലേക്ക് വരെ എത്തി നീളുന്ന പട്ടിക അതിനി എത്ര പേരിലേക്ക് തുടരും എന്നുള്ള ചോദ്യമുണ്ട്. SIT അന്വേഷണത്തിൽ അതൃപ്തി ഒരു വശത്ത് ജനങ്ങൾ പറയുന്നുമുണ്ട്. ഇവരെയൊക്കെ പിടിച്ചാൽ മതിയോ? ഇനിയുമില്ലേ? ഇതിനൊക്കെ കൂട്ടുനിന്നതും കണ്ണടച്ചു നിന്നതുമായ അധികാരികൾ ഇനിയുമില്ലേ? ഇതൊരു സർക്കാർ സംവിധാനം അറിയാതെ ഇതെങ്ങനെ ഇത്ര വലിയ കൊള്ള അവിടെ നടത്താൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം അതിപ്പോഴും ബാക്കിയാവുന്നു. SIT അന്വേഷണത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തെളിയുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാവുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ സാമ്പിൾ ശേഖരണം, പരിശോധന അതെല്ലാം തുടരുക തന്നെയാണ്. സന്നിധാനത്തിലായിരുന്നു അവർ അവസാനം. ഇന്ന് പുലർച്ചെയോടെയാണ് അവിടുത്തെ പരിശോധന അവസാനിച്ചത്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുക എന്ന ദൗത്യം, അതിനുശേഷം പാളികൾ അവിടെ തിരികെ സ്ഥാപിച്ചു കഴിഞ്ഞു. മിഥുൻ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. SIT സംഘം സന്നിധാനത്തുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് അവർ മടങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച ശേഷം ഈ പാളികൾ തിരികെ സ്ഥാപിച്ചു. അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. മറ്റെന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അനു, ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം, സ്വർണത്തിൽ കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് 20 പേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം ഈ സ്വർണത്തിൽ സാമ്പിൾ ശേഖരണം നടത്തുന്നതിന് വൈദഗ്ധ്യം നേടിയിട്ടുള്ള വിദഗ്ധരും അടങ്ങുന്ന ആളുകൾ ഇന്നലെ മിനിഞ്ഞാന്ന് സന്നിധാനത്തേക്ക് എത്തുകയും ഒരു ദിവസം സന്നിധാനത്ത് ചെലവഴിക്കുകയും പിന്നീട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ ശേഖരണം നടത്തി ഇപ്പോൾ മലയിറങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച സാമ്പിൾ ശേഖരണം വൈകിട്ട് 3 മണിയോടെ പൂർത്തിയായി. ഇന്ന് പുലർച്ചെയോടെയാണ് ഇതിൽ നിന്നും ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കിയത്. രാസപരിശോധന നടത്തുന്നതിന് വേണ്ടി സാമ്പിൾ ശേഖരണവും നടത്തിയിട്ടുണ്ട്. പ്രധാനമായും 3 ഘടകങ്ങളാണ് ഈ പരിശോധനയ്ക്ക് വേണ്ടി ഈ ശബരിമലയിലെ ശ്രീകോവിലിൽ നിന്നും എടുത്തത്. അതായത് ശബരിമല ശ്രീകോവിലിലെ തൂണുകളിലുള്ള പില്ലറിലുള്ള സ്വർണ്ണപ്പാളികൾ ഒന്നാമതായി ഈ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തു. മറ്റൊന്ന് ദ്വാരപാലക ശില്പത്തിന്റെ പീഠമാണ് ഈ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തത്. മറ്റൊന്ന് കട്ടിളപ്പാളികൾ. ഈ 3 ഘടകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടന്നത്. 2019 കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് പോയി. ഒപ്പം ദ്വാരപാലക ശില്പം 2025 ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പുറത്തേക്ക് പോയി. ഇങ്ങനെ പുറത്തേക്ക് പോയ സ്വർണ്ണങ്ങളിൽ എത്ര അപഹരണം നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ മൂല്യം കണക്കാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. അതോടൊപ്പം തന്നെ 1998 വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ശ്രീകോവിലിന്റെ പില്ലറുകളിൽ നിന്നുള്ള തൂണുകൾ ഇളക്കി മാറ്റിക്കൊണ്ടുള്ള പരിശോധനയും നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ 3 ഘടകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തിയത്. ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോയി അതിന്റെ മൂല്യം, ഈ സ്വർണ്ണത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധന, ഇതിന്റെ നീളം, തൂക്കം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ പ്രധാനമായും പരിശോധന നടത്തിയത്. അതിനുശേഷമാണ് രാസപരിശോധന നടത്തുന്നതിന് വേണ്ടി ഈ സ്വർണ്ണപ്പാളികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ രാസപരിശോധനാ ഫലം ഇനി വരേണ്ടതുണ്ട്. രാസപരിശോധനാ ഫലത്തിൽ ഈ സ്വർണം 1998 വിജയ് മല്യ നൽകിയിരിക്കുന്ന സ്വർണവും ഒപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള 2009 സ്വർണം പൂശിയതിനു ശേഷം അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്തൊക്കെയാണ്, ഇതിൽ മൂല്യത്തിൽ എന്തൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു എന്ന കാര്യങ്ങളിലടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുക ഈ രാസപരിശോധന ഫലം വന്നതിന് ശേഷമായിരിക്കും. അതിനുശേഷം അന്തിമമായ റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്യും. ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചത് ശബരിമലയിൽ നിന്നും അപഹരിക്കപ്പെട്ടിരിക്കുന്ന, ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം SITക്ക് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകോവിലെ സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടി ഹൈക്കോടതിയെ SIT സമീപിക്കുകയും ആ അനുമതി ലഭിക്കുകയും പിന്നീട് തന്ത്രിയുടെ അനുജ്ഞ പ്രകാരം ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ഈ സ്വർണ്ണപ്പാളികൾ എടുത്ത് പരിശോധന നടത്തുന്നുള്ള അനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിശദമായിട്ടുള്ള അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. അത് പ്രധാനമായും 1998 കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പവും ഒപ്പം ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂര അടക്കമുള്ള ഭാഗങ്ങളും വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ
തെളിഞ്ഞത്. പിന്നീട് 2009 ഈ ഭാഗങ്ങളിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾക്ക് എന്ന പേരിൽ സ്വർണം പൂശുകയുണ്ടായി. അതിനുശേഷം 2019 കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പുറത്തേക്ക് പോയി. 2025 ഈ അടുത്തയിടയ്ക്ക് വിവാദങ്ങൾക്കെല്ലാം വഴിവെച്ചുകൊണ്ട് ദ്വാരപാലക ശില്പവും അറ്റകുറ്റപ്പണികൾക്ക് എന്ന പേരിൽ സന്നിധാനത്ത് നിന്നും പുറത്തേക്ക് പോയി. അങ്ങനെ സന്നിധാനത്ത് നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നതും അതോടൊപ്പം തന്നെ സ്വർണ്ണം പൂശുകയും ചെയ്തിരിക്കുന്ന ഈ വിജയ് മല്യ 1998 സമർപ്പിച്ചിരിക്കുന്ന ആ സ്വർണ്ണത്തിൽ 24 ക്യാരറ്റ് പരിശുദ്ധിയുള്ള സ്വർണ്ണമാണ് അന്ന് വിജയ് മല്യ UV ഗ്രൂപ്പ് ശബരിമലയിൽ സമർപ്പിച്ചത്. അതിന്റെ മൂല്യത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം, എന്തൊക്കെ കൃത്രിമത്വം ഉണ്ടായിട്ടുണ്ട്, ചെമ്പിന്റെ അംശം എത്രത്തോളമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് പ്രധാനമായും ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെയുള്ള ലക്ഷ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഏറെ നിർണായകമായി മാറുന്ന ഒന്നായി മാറും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനു. ശരി മിഥുൻ.